Hello everyone. Hope you're all doing good and welcome again to Global English Academy class day 10. അപ്പോൾ നമ്മൾ ടെൻസുകൾ എന്തൊക്കെയാണെന്ന് മുമ്പൊക്കെ കണ്ടു. അത് നിങ്ങളെ ബേസിക്സ് ആയിട്ടുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടെൻസുകളെ പറ്റി പറഞ്ഞത്. പക്ഷേ മെയിൻ ആയിട്ടുള്ള സ്റ്റെം ഓഫ് ഇംഗ്ലീഷ് ലേണിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസ് ക്രിയേഷൻ ഫ്രം എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എങ്ങനെ സെൻറ്റൻസ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു മെയിൻ ആയിട്ടുള്ള ബോഡി അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിലുള്ളത് എന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് ആണ് നിങ്ങളെ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ദിവസം ടെൻസുകളെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാവരും ബോറടിച്ച് കാണാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള പഠനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫ്രം വൺ വേർഡ് ഓർ ഫ്രം എ സിറ്റുവേഷൻ. നിങ്ങൾക്കൊരു സിറ്റുവേഷനിൽ നിന്നോ അവിടുന്ന് തന്നെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊരു വേർഡ് കണ്ടുപിടിക്കുന്നു. ആ വേർഡിൽ നിന്ന് എങ്ങനെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം ഡിഫറെൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇനി ഇന്നത്തെ ക്ലാസ് തൊട്ട് മുന്നോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സെൻറ്റൻസുകളും അതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടെൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കാണിക്കും. ആ ടെൻസുകൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷെ എന്നാലും നിങ്ങൾ ടെൻസുകൾ അറിഞ്ഞിരിക്കണം. ഏത് ടെൻസിലാണ് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ അതനുസരിച്ച് ആ ടെൻസിൽ തന്നെ നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളെ ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പെട്ടെന്ന് ഒരു വേർഡ്, ഇപ്പോൾ എന്തെങ്കിലും ജോലിയെ പറ്റിയോ അല്ലെങ്കിൽ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഡിസ്കഷൻ എന്നുള്ള ഒരു വേർഡാണ്. ആ ഒരു വേർഡിൽ ഇപ്പോൾ ഡിസ്കസിനെ പറ്റിയ ഒരു കാര്യം വന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സെൻറ്റൻസുകൾ, ഇപ്പോൾ ഏത് സെൻറ്റൻസ് എവിടെ പ്രയോഗിക്കണം എന്നുള്ളത് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെടുത്ത് പ്രയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു സെൻറ്റൻസ് ഫോം ചെയ്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. മലയാളത്തിൽ ആലോചിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് നൗൺ ഫോം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 4 ഫോം നമ്മൾ പഠിച്ചിരിക്കണം. ഏത് ഫോം എവിടെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ടെൻസുകളുടെ മാറ്റം അനുസരിച്ചിട്ട് നമ്മൾ എല്ലാം ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ 3 ടെൻസുകളുടെ 3 വെർബിൻ്റെ 3 ഫോം ഉപയോഗിക്കേണ്ടി വരും. നൗൺ ഫോം എന്ന് പറയുന്നത് ഹിസ്, മൈ, ദെയർ ആൻഡ് ഇറ്റ്സ് എന്നൊക്കെ വരുന്ന സമയത്താണ് ഒരു വെർബിൻ്റെ നൗൺ ഫോം നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റൻസ് ക്രിയേഷൻ ഫ്രം സിറ്റുവേഷൻ എന്നുള്ള സംഗതി ഒന്ന് തറവായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിനോട് കൂടെ തന്നെ നൗൺ ഫോം എവിടെയൊക്കെ പ്രയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. കൂടാതെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഒരു വേർഡ് നിങ്ങൾ അല്ലെങ്കിൽ 20 വേർഡ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഈ 4 ഫോമും പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു വേർഡ് മാത്രം അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കില്ല. ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് വരും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 4 ഫോമും വേർഡുകളുടെ അറിഞ്ഞിരിക്കണം. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല, അറിയാൻ സാധിക്കും അല്ലെങ്കിൽ അറിയുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനീഷ്യലി എല്ലാം അങ്ങനെ ചെയ്ത് പഠിക്കുക. തുടക്കത്തിൽ ഒരു 20 വേർഡ് ഡെയിലി പഠിക്കുക. അതുമാതിരി പുസ്തകം വായിക്കണം. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് മുന്നോട്ട് എത്തുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും പരിചയക്കാരോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ അവരുടെ കൂടെ സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ശരിയിലേക്ക് കാലെടുത്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് തെറ്റിക്കോട്ടെ, ആ ഭയം വേണ്ട. ഫിയർ ഓഫ് മിസ്റ്റേക്സ് എടുത്ത് ദൂരെ കളയുക. തെറ്റട്ടെ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ തെറ്റും സാധാരണ. നമ്മൾ ഒരാളും ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, ആർച്ചറിയിൽ പറയാറുണ്ട്, ഹിറ്റ് ഓൺ ദ ബുൾസൈ ഈസ് ദ റിസൾട്ട് ഓഫ് 1000 മിസ്സസ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആർച്ചറി അമ്പയത്തിൽ കണ്ടിട്ടുണ്ട്, ഒരു മഞ്ഞ സർക്കിളിനുള്ളൊരു മഞ്ഞ ബുൾസൈ എന്നതിന് പറയാം. ബുൾസൈയിലേക്ക് അമ്പെയ്യാന്ന് പറയാം. അപ്പോൾ അതുമാതിരി നമ്മൾ സർക്കിളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ ഈ ഷൂട്ടിംഗ് പ്രാക്ടീസുകൾ ചെയ്യുക. അപ്പോൾ ആ ഹിറ്റ് ഓൺ ദ ബുൾസൈ, ആ സെൻറ്ററിലുള്ള ഹിറ്റ് എന്ന് പറയുന്നത് ഈസ് എ റിസൾട്ട് ഓഫ് 1000 മിസ്സസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് തന്നെ ചെയ്യണം. ഫസ്റ്റ് ട്രയലൊന്നും എല്ലാം പെർഫെക്ഷൻ വരില്ല. പ്രാക്ടീസ് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പെർഫെക്ഷൻ കൊണ്ടുവരുന്നത്. പിന്നെ എക്സലൻസിലേക്ക് എത്തുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം പ്രസന്റ് ടെൻസ്. ഡിസ്കസ് എന്ന വേർഡാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സെന്റൻസ് ക്രിയേഷനിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫുള്ള് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത്രയും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. നിങ്ങൾ പഠിക്കാൻ സാധ്യത കുറവാണ്. അത്രയും നേരം വാച്ച് ചെയ്യൽ ഒരു ലെവൽ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തേക്കും.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സംശയ ദൂരീകരണങ്ങളും അതുമാതിരി നിങ്ങൾക്ക് കൂടുതലായിട്ട് ടൈം ഡിസ്കഷൻസ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ അതിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒക്കെ ആകുമ്പോഴേ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല, ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. ഇതിലാവുമ്പോൾ നമ്മൾ കമന്റ്സിൽ ഇടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടാമത് അതിന്റെ റിപ്ലൈ ഒക്കെ ഇട്ട് കണ്ടു എന്ന് വരില്ല. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഡോണ്ട് എവർ സ്ലീപ്പ് ഓൺ എ ഡൗട്ട് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം. അതും വെച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി, പിന്നെ ആ ഡൗട്ട് നമ്മളുടെ പഠിക്കാനുള്ള സാധ്യത പോവുകയാണ്. അപ്പൊ ഡിസ്കഷൻ എന്നാണ് ഇതിന്റെ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് നൗൺ ഫോം. ഡിസ്കസ് പ്രസന്റ് ടെൻസ്, ഡിസ്കസ്ഡ് പാസ്റ്റ് ടെൻസ്, ഡിസ്കസ്ഡ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതൊരു റെഗുലർ വെർബാണ്. അപ്പൊ റെഗുലർ വെർബിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇ ഡി ചേർക്കുമ്പോഴാണ് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ സാധാരണ വരുന്നത്. ഇറഗുലർ വെർബ് ഉണ്ട്, അപ്പൊ അതിൻ്റെ കൂടെ ഇ ഡി ചേർത്തിട്ടുള്ള ഫോം ആയിരിക്കില്ല വരും. ഇപ്പൊ ഗോ, വെന്റ്, ഗോൺ മൂന്ന് ഫോമിലുള്ള സംഗതികളാണ് വരിക. അപ്പൊ ഇറഗുലർ വെർബിന് നൗൺ ഫോം കുറവാണെങ്കിൽ ING, സാധാരണഗതിയിൽ നൗൺ ഫോം ഉണ്ടാവാറില്ല അതിന് സെപ്പറേറ്റ്. അപ്പൊ അതുകൊണ്ട് ING ചേർത്തിട്ടൊക്കെയാണ് നമ്മൾ നൗൺ ഫോമിന് പകരം ഉപയോഗിക്കുക. അപ്പൊ ഡിസ്കസ്ഡ്, ഡിസ്കഷൻ, ഇതാണ് അതിന്റെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് നൗൺ ഫോം. അപ്പൊ എങ്ങനെ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുക? അപ്പൊ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിൽ നമ്മൾ എങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ആ ടെൻസുകളിൽ മാത്രം നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിരിക്കും. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം വേണമെങ്കിൽ. അത് വളരെ അപൂർവമായിട്ട് വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ള ആൾക്കാർ, വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ആൾക്കാരെ അത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ ബിഫോർ ടേക്കിംഗ് എ ഫൈനൽ ഡിസിഷൻ, ഞാനൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഐ ഡിസ്കസ് ഇറ്റ് വിത്ത് മൈ ഫാദർ. അപ്പൊ ഞാൻ അച്ഛൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഫൈനൽ ഡിസിഷനിലേക്ക് വരാറുള്ളൂ. സിമ്പിൾ പ്രസന്റ് വേറൊരു ശൈലിയിൽ എഴുതാം, ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ റെഗുലർലി. ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ റെഗുലർലി. എൻ്റെ അച്ഛനായിട്ട് ഞാൻ എൻ്റെ എല്ലാ പ്ലാൻസും റെഗുലറായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ റെഗുലർലി എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് എപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു റെഗുലർ ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ റെഗുലർ അല്ലാതെ ഇപ്പോൾ വല്ലപ്പോഴും ചെയ്യുന്നതും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ അതിന് കൂടുതലായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാറ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, മാസത്തിൽ ഒരു പ്രാവശ്യം, വർഷത്തിൽ ഒരു പ്രാവശ്യം, അങ്ങനെ പറഞ്ഞതൊക്കെ നമുക്ക് സാധാരണ സിമ്പിൾ പ്രസന്റിൽ തന്നെ പറയാം. അല്ലാതെ വൺസ് ഇൻ എ ലൈഫ് ടൈം വരുന്ന കാര്യം അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ റെഗുലർലി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യും, ആ പോളിസി നമുക്ക് പറയാം. ഓക്കെ, ഐ യൂസ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ എന്ന് പറയാൻ സാധിക്കും സ്റ്റേറ്റ്മെന്റ്. ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ റെഗുലർലി, സിമ്പിൾ പ്രസന്റ് ആണ്, റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ എല്ലാ പ്ലാനുകളും ഞാൻ അച്ഛൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഫൈനൽ ഡിസിഷനിലേക്ക് പോകാറുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സെൻറ്റൻസ് പറയുന്നു, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടാഗോ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കാതെ മാത്രം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ മാത്രം. ഇപ്പോൾ നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ വേർഡോ ക്വസ്റ്റ്യൻ ടാഗോ ഇല്ലാതെ പറയുമ്പോൾ, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡു, ഡസ്, ഡിഡ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് പ്ലൂറലിൽ ഡു ഉപയോഗിക്കുന്നു, ഡസ് ഉപയോഗിക്കുന്നത് നമ്മുടെ തേർഡ് പേഴ്സൺ സിംഗുലറിൽ മാത്രം, ഡിഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം മനസ്സിലായി. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് പ്ലൂറൽ വരുമ്പോൾ ഡു ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കും, ഡു ദേ ഡു ദിസ്, ഡു ദേ വർക്ക് ദെയർ. അപ്പോൾ ഡു യു വർക്ക് ദെയർ,
ഐ നാച്ചുറലി ഐ ഡു വർക്ക് ദയർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, ഡു ഐ വർക്ക് ദയർ എന്ന് സാധാരണ ചോദിക്കാറില്ല. അതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇതിൽ വരുമ്പോൾ ഡു എങ്ങനെ ഉപയോഗിക്കുന്നത്, ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഡസ് ഉപയോഗിക്കുന്നത് സിംഗുലർ, തേർഡ് പേഴ്സണിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ പ്ലൂറലിലൂടെ നമ്മൾ ഡു തന്നെ ഉപയോഗിക്കുള്ളൂ. പിന്നെ എല്ലാത്തിനും കോമൺ ആയിട്ട് ഡിഡ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുക? ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ റെഗുലർലി. ഡു ഐ ഡിസ്കസ് എന്ന് ചോദിക്കട്ടെ, നമ്മളോട് തന്നെ ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ വേറൊരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക? ഡു യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ? യുവർ ഫാദർ എന്ന് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഫാദർ എന്ന് ചോദിച്ചാലും മതി റെഗുലർലി. യുവർ ഫാദർ എന്ന് ചോദിച്ചാലും കറക്റ്റ് തന്നെ. അല്ലെങ്കിൽ അത് കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഡു യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ റെഗുലർലി എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡില്ല, അതിൽ ക്വസ്റ്റ്യൻ ടാഗുകളില്ല, ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡു യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ റെഗുലർലി? അപ്പോൾ യെസ് ആണെങ്കിൽ എന്ത് പറയാം? യെസ് ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ റെഗുലർലി. നോ ആണെങ്കിലോ? നോ ഐ ഡോണ്ട് ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ റെഗുലർലി. ഇത് സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം അടുത്തത് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ സിമ്പിൾ പ്രസന്റിലും എസ് പി തന്നെയാണ് എഴുതുന്നത്. ഞാൻ ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ് ചോദിക്കുക? അല്ല പറയാ സെന്റൻസ്. സിമ്പിൾ പാസ്റ്റിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് നമ്മൾ പറയാൻ പാടുള്ളൂ. കഴിഞ്ഞു പോയത്, ജസ്റ്റ് കഴിഞ്ഞു പോയതായാലും കുറച്ച് മുമ്പ് കഴിഞ്ഞു പോയതായാലും നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കാം. അപ്പോൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡിസ്കസ് ആണ് അടുത്ത വേർഡ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഡിസ്കസ്ഡ് ആണ്. ഐ ഡിസ്കസ്ഡ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ ഡിസ്കസ്ഡ് കുറേ കാലത്തിന് മുമ്പാണെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുക, ഹാഡ് ഉപയോഗിച്ചിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് സംഭവം. ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ റെഗുലർലി എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ ലാസ്റ്റ് വീക്ക് എന്ന് പറയാം. റെഗുലർലി എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിലാണ് പറയാം, സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് എൻ്റെ പ്ലാൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക? പാസ്റ്റ് ടെൻസ് ആണ്. ഡു യു എന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ എന്ത് ചോദിക്കും? പാസ്റ്റ് ടെൻസിൽ ഡിഡ് ആണ് വരുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്സോ അല്ലെങ്കിൽ ഡിഡ് ആണ് വരിക പാസ്റ്റ് ടെൻസിൽ. ഡു ഡസ് എപ്പോഴും വരും? പ്ലൂറിൽ വരുമ്പോൾ ഡു വരും, ഡസ് വരുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ. അപ്പോൾ ഇതിലെങ്ങനെ ചോദിക്കും? ഡിഡ് യു, ഡിഡ്, ഡു, ഡസ്, ഡിഡ് വന്ന പ്രസന്റ് ടെൻസ് വെർബിന്റെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഡിഡ് യു ഡിസ്കസ്, ഡിഡ് യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ? ഡിഡ് യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ? നീ നിന്റെ അച്ഛൻ്റെ കൂടെ സംസാരിച്ചിരുന്നു, നിന്റെ പ്ലാനുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നുവോ? അപ്പോൾ യെസ് ആണെങ്കിൽ എന്ത് പറയും? യെസ് ഐ ഡിസ്കസ്ഡ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ. ഐ ഹാവ് ഡിസ്കസ് എന്ന് പറയാം, പക്ഷെ അത് ടെൻസ് മാറ്റാൻ നിൽക്കണ്ട. നിങ്ങൾ ഏത് ടെൻസിലാണ് ചോദിച്ചത്? സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ ഉത്തരം പറയാൻ ശ്രമിക്കുക. യെസ് ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ ലാസ്റ്റ് വീക്ക്. നോ ആണെങ്കിലോ? നോ ഐ ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ എന്ന് പറയാം.
അപ്പോൾ നിങ്ങൾ കണ്ടു സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റിൽ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടു. നമ്മൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ഡിസ്കസ് എന്നുള്ള വേർഡാണ് നമ്മൾ പുറത്തെടുത്ത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹൗ ടു ക്രിയേറ്റ് സെൻറ്റൻസസ് ഫ്രം എ സിറ്റുവേഷൻ എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മറ്റുള്ള ബുക്കുകളിൽ കാണാൻ സാധിക്കില്ല ഇങ്ങനത്തെ ഒരു പഠിപ്പിക്കൽ. അത് വേറെ ശൈലിയിലൊക്കെയാണ് പഠിപ്പിച്ചത്, ഓരോ ടെൻസിനെ പറ്റിയിട്ടുള്ള, പിന്നെ എങ്ങനെ സെൻറ്റൻസുകൾ ഓരോ ടെൻസുകളിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറയുള്ളൂ. ഇത് ഞാനൊരു സിറ്റുവേഷനിൽ നിന്ന് ഒരു വേർഡ് എടുത്തിട്ട് എല്ലാ ടെൻസിലും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് നോക്കാം. SF എന്ന് എഴുതി നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെൻസ് മാറി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് SF എഴുതി. ഐ വിൽ എന്താണ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ എഴുതും? ഐ വിൽ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ എന്നാണ്, വരാൻ പോകുന്നതാണ്, കഴിഞ്ഞതല്ല, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറയാം, ടുമാറോ എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വരി നിങ്ങൾക്ക് പറയാം. ഐ വിൽ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ നെക്സ്റ്റ് വീക്ക്. ഫ്യൂച്ചർ സിമ്പിൾ ഫീച്ചർ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക നമ്മൾ? പിന്നെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നില്ല, ക്വസ്റ്റ്യൻ ടാഗുകൾ ഉപയോഗിക്കുന്നില്ല. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഐ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ. ഡിഡിൻറ്റ് യു. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ, ഡിഡിൻറ്റ് യു എന്ന് ചോദിക്കും. അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് വെൻ എന്നൊക്കെ ഉള്ള ഉപയോഗിച്ച്. അപ്പോൾ എന്താണ് ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? വിൽ യു, വരാൻ പോകുന്നതാണ് അല്ലേ? അപ്പോൾ വിൽ യു ഡിസ്കസ്, നീ നിന്റെ അച്ഛനുമായിട്ട് സംസാരിക്കുമോ? വിൽ യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ? വിൽ യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ നെക്സ്റ്റ് വീക്ക് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇത്ര എഴുതിയാലും ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, നെക്സ്റ്റ് വീക്ക് എന്ന് വേണമെങ്കിൽ എഴുതാം നിങ്ങൾക്ക്. വിൽ യു ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ നെക്സ്റ്റ് വീക്ക്? അടുത്ത ആഴ്ച നീ നിന്റെ അച്ഛനുമായിട്ട് നിന്റെ പ്ലാൻസ് ഡിസ്കസ് ചെയ്യുമോ എന്നാണ് ചോദ്യം. അപ്പോൾ യെസ് ആണെങ്കിൽ എങ്ങനെ പറയും? യെസ്, ഐ വിൽ ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ നെക്സ്റ്റ് വീക്ക്. നോ ആണെങ്കിലോ? നോ, ഐ വിൽ നോട്ട്, അല്ലെങ്കിൽ ഐ വോണ്ട് ഡിസ്കസ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ നെക്സ്റ്റ് വീക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ടെൻസിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനാണ് ഓരോ ടെൻസിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടെൻസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ഒരു വാക്കിൽ നിന്ന് എത്ര സെന്റൻസുകൾ, 100, 150, 200 വാക്കുകൾ, സെന്റൻസുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അനായാസമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ മെയിൻ കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം നമ്മൾക്ക് ഹൗ ടു ക്രിയേറ്റ് സെന്റൻസസ് ഫ്രം എ സിറ്റുവേഷൻ ഓർ ഫ്രം എ വേർഡ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമ്മളൊരു വാക്ക് എടുക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ആക്സിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് അവിടെ നിന്ന് എടുക്കുന്നത് ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അല്ലേ? അപ്പോൾ അവിടുന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പല പല ഇതുകളിൽ നമ്മൾ സെന്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഇത് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കും. കുറേ ഓരോ വാക്കുകളുടെ ഓരോ ടെൻസുകൾ പറഞ്ഞിട്ട് അതിൻ്റെ നൗൺ ഫോമും കൂടി പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നൗൺ ഫോമിൽ ഇപ്പം എല്ലാം പഠിപ്പിക്കാൻ പറ്റില്ല ഇതിൽ. അപ്പോൾ നമ്മൾ ഓരോ പറ്റുന്ന അത്രയും ക്ലാസ്സുകൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അടുത്തത്. ഐ ആം ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ, നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഐ ആം ഡിസ്കസിങ് നൗ എന്ന് പറയാം. ഓക്കെ, വേണമെങ്കിൽ നൗ എന്ന് പറയേണ്ട, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നൗ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞാലും തെറ്റില്ല. ഐ ആം ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ നൗ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അച്ഛൻ്റെ കൂടെ എൻ്റെ പ്ലാൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? ആം ഐ ഡിസ്കസിങ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കില്ല, എപ്പോഴും നമ്മൾ പറയണമായിരുന്നു. അപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേറൊരാൾ ചോദിക്കുമ്പോൾ, ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേഴ്സൺ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? യു എന്ന് പറയുള്ളൂ. അയാൾ നമ്മളെ ഐ എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് യു വരുമ്പോഴെന്ത് വരും? യുവിൻ്റെ കൂടെ ആർ ഉപയോഗിക്കുള്ളൂ, അതിൻ്റെ കൂടെ ആമ ഉപയോഗിക്കുള്ളൂ. ആം ഐ ഡിസ്കസിങ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നമ്മളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ആ പ്രയോഗം തെറ്റല്ല. പക്ഷെ ആർ യു ഡിസ്കസിങ് ദ പ്ലാൻസ് അല്ലെങ്കിൽ യുവർ പ്ലാൻസ് വിത്ത് ഫാദർ അല്ലെങ്കിൽ യുവർ ഫാദർ എന്നും വേണമെങ്കിൽ ഉപയോഗിക്കുക. എപ്പോഴും യുവർ റിപ്പീറ്റഡ്ലി വരണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ആർ യു ഡിസ്കസിങ്
യുവർ പ്ലാൻസ് വിത്ത് ഫാദർ. നീ നിന്റെ പ്ലാനുകൾ അച്ഛൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ടെൻസിലും പറ്റുന്ന അത്ര സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഓരോ വേർഡുകൾ പഠിച്ചിട്ട് ആ വേർഡ് വെച്ചിട്ട് എത്ര സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പഠിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഓരോ വേർഡുകൾ ഓരോ സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവർ വൈസ് കണ്ടു, അതിനെ പറ്റി എഴുതാൻ ശ്രമിക്കുക സെൻറ്റൻസുകൾ. ഈ എന്താണ് അതിൻ്റെ ബ്യൂട്ടിയെ പറ്റി എഴുതാൻ, അല്ലെങ്കിൽ ഫ്ലവറിനെ പറ്റി എഴുതേണ്ടത് വെർബിൽ നിന്നാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ വെർബ് ഒരെണ്ണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് ഓരോ സംഗതികൾ നമ്മുടെ റൂമിലുള്ള എന്ത് കണ്ടാലും, നിങ്ങൾ റൂമിൻ്റെ അകത്തിരുന്നുകൊണ്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു മരം കണ്ട അതിനെ പറ്റി എഴുതാം, അല്ലെങ്കിൽ ഒരു നല്ല ചെടി കണ്ട അതിനെ പറ്റി എഴുതാൻ ശ്രമിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? ആർ യു ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ? അച്ഛൻ്റെ കൂടെ, നീ നിന്റെ അച്ഛൻ്റെ കൂടെ നിന്റെ പ്ലാൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. അപ്പൊ യെസ് ആണെങ്കിൽ എങ്ങനെ പറയും? യെസ്, ഐ ആം ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ. നോ ആണെങ്കിൽ നോ, ഐ ആം നോട്ട് ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് ഉത്തരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യെസ് ആണെങ്കിൽ യെസ്, ആർ യു എന്നുള്ളത് ഐ ആം എന്നാവും. യെസ്, ഐ ആം ഡിസ്കസിങ്, ബാക്കിയുള്ള അത് തന്നെ ക്വസ്റ്റ്യനിൽ വരുന്ന അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ യെസ് ഐ ആം ഡൂയിങ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ആം ഡിസ്കസിങ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അത് സെന്റൻസ് ഫുള്ള് പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഏത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ചോദ്യം ചോദിക്കേണ്ട അവസരം വരുമ്പോഴും മൊത്തം പറയേണ്ടി വരും. ഓക്കെ, ഉത്തരം പറയുമ്പോഴും മൊത്തം പറയാൻ ശ്രമിക്കുക. ഓക്കെ, ആർ യു ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ? യെസ് ആണെങ്കിൽ യെസ്, ഐ ആം ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് ഫാദർ. അപ്പൊ ആ യു ഐയും ആവുമ്പോൾ ആ വ്യത്യാസത്തിൽ യുവർ എന്നുള്ളത് മൈനാവും, അത് വളരെ ശ്രദ്ധിക്കണം നമുക്ക്. അല്ലാണ്ട് യെസ് യു ആർ ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയത്. യെസ് ഐ ആം എന്നുള്ളടത്ത് ഇപ്പോൾ ഐ ആം ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് മൈ ഫാദർ എന്ന് പറഞ്ഞ സംഗതി കംപ്ലീറ്റ് തിരിഞ്ഞു. എന്താണ്, ഞാൻ നിന്റെ പ്ലാനുകൾ എൻ്റെ അച്ഛൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്നാവും. പിടിച്ചു, ഞാൻ എന്നെ കെട്ടിന്നായിപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ആർ യു ഡിസ്കസിങ് എന്ന് പറയുമ്പോൾ യെസ് ഐ ആം ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ എന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ ഒക്കെ തലകീഴായി പോയി, മറ്റോണം പറഞ്ഞാലും തെറ്റി. ഓക്കെ, അപ്പൊ അടുത്ത എങ്ങനെയാ നമ്മൾ പറയാൻ ശ്രമിക്കുക? പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ പറയാം? ഞാൻ ചെയ്യുകയായിരുന്നു. ഐ വാസ് ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് ഫാദർ. ഐ വാസ്. അപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ വൈൽ ഐ വാസ് ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ ഇറ്റ് ഹാപ്പൻഡ് എന്ന് പറയാം. ഓക്കെ, ഐ വാസ് ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതാണ് ഇതിന് ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം വന്നത്. വൈൽ ഐ വാസ് ഡിസ്കസിങ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ ഐ ഹാപ്പൻ ടു ഹിയർ അബൌട്ട് ദിസ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ദിസ് ഡെവലപ്മെന്റ് ഹിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റി അറിയാനിടയായത് എന്ന്. അപ്പൊ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പറയാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞാലാണ് ഇതിനെ ലിങ്ക് ചെയ്ത് നമ്മൾക്ക് ഒന്നോ രണ്ടോ സെന്റൻസുകളെ കൂട്ടി കുളത്തിയൊക്കെ സംസാരിക്കാൻ സാധിക്കും. അത് മുന്നോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിക്കോളും. ഓക്കെ, അപ്പൊ എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ കാണാൻ ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളുടെ വ്യൂവേഴ്സ് ഒക്കെ കുറഞ്ഞു വരാണ്, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞ മാതിരി തോന്നി. പക്ഷെ അത് ടെൻസുകൾ പഠിപ്പിക്കുന്ന കാരണം ആയിരിക്കണം. ഇനി അങ്ങോട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഇനി വ്യൂവേഴ്സ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ വെറുതെ ഒരു ജസ്റ്റ് ക്ലാസ്സുകളല്ല, നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് പഠിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ എത്രയോ പൈസ കൊടുത്തിട്ടാണ് നിങ്ങളെ അവർ പഠിപ്പിക്കുക. ട്രയൽ ക്ലാസ്സിന് പോലും ആളുകൾ പൈസ ചാർജ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ക്ലാസ് എടുക്കണതെന്ന് കാണിക്കാൻ പോലും. നമ്മൾ ഇതൊന്നും ഇല്ലാതെ ഫ്രീ കിട്ടുമ്പോൾ, സാധാരണ വിസ്ഡം ഓഫ് ഏജസ് എന്ന് പറഞ്ഞ് പറയാറുണ്ട്, ദേർ ഇസ് നോ ഫ്രീ ലഞ്ച്. അപ്പോൾ വെറുതെ കിട്ടുന്ന സാധനത്തിന് വിലയില്ല, വെറുതെ കൊടുത്താൽ കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കും വിലയില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ വെറുതെ കിട്ടുന്ന, അപ്പോൾ ഇതെന്താണ് ഇതിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ വരും? വേർ യു ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവോ? ഐ വാസ് എന്നാണ് ഞാൻ പറഞ്ഞത്. യു വരുമ്പോൾ
ആർ എന്ന വരെ പാസ്റ്റ് ആകുമ്പോൾ വേർ എന്ന് വരും. ഐ സിംഗുലർ അല്ല ഫസ്റ്റ് പേഴ്സൺ, ആം പാസ്റ്റ് ടെൻസ് വാസ്. ഓക്കെ, അപ്പോൾ വേർ യു ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ചോദ്യം വരിക. വേർ യു ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ, നീ നിന്റെ അച്ഛൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവോ. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഇത് കഴിഞ്ഞു പോയ ഇതുകളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ആണ് പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന കാര്യത്തിന് എങ്ങനെ കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുക. ഐ വിൽ ബി ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഐ വിൽ ബി ഡിസ്കസിന്റെ കണ്ടിന്യൂസ് ഡിസ്കസിങ്. ഐ വിൽ ബി ഡിസ്കസിങ് my plans with father. with my father എന്നും എഴുതാം. എൻ്റെ അച്ഛൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പ്രയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് എന്താണ് ഇനിയുള്ളത്. പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റും കൂടി ഇതിൽ ബാക്കി വരും. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക? വിൽ യു ബി, ഐ വിൽ ബി ഡിസ്കസിങ് എന്ന് പറഞ്ഞു. അപ്പോൾ യു വിൽ ബി ഡിസ്കസിങ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് പറയാ. അപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുമ്പോൾ വിൽ പുറത്തേക്ക് എടുക്കണം. വിൽ യു ബി ഡിസ്കസിങ് യുവർ പ്ലാൻസ്. വിൽ യു ബി ഡിസ്കസിങ് മൈ പ്ലാൻസ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ കംപ്ലീറ്റ് മാറ്റണം. ഐയുടെ ഇത് മാറ്റി യു ഇടണം അവിടെ. അപ്പോൾ മൈ എന്നുള്ളത് യുവർ എന്നാവും. വിൽ യു ബി ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ അല്ലെങ്കിൽ വിത്ത് ഫാദർ എന്ന് ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കും. ഓക്കെ, വിൽ യു ബി ഡിസ്കസിങ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു, അത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതിന് സമയക്കുറവുണ്ട്. അത്രയും ചോദിച്ചു വരുമ്പോഴേ എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സെന്റൻസ് ഇപ്പോൾ പറയുന്നുള്ളൂ. ഇതുപോലെ ഒരു 10, 15, 20 സെന്റൻസ് ഒരു ടെൻസിൽ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 10 ടെൻസിലാകുമ്പോൾ 200, 150 തൊട്ട് 200 സെന്റൻസ് വരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു വാക്കിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അത്ര സിമ്പിളായിട്ടുള്ള സംഗതിയാണത്. പക്ഷെ അത് സാധാരണ നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കുകളിലോ ക്ലാസ്സുകളിലോ ഒന്നും അങ്ങനെ എടുത്ത് കണ്ടിട്ടില്ല. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇത് വളരെ സിമ്പിൾ. ഇതെൻ്റെ മെത്തേഡെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പഠിപ്പിക്കുന്ന ഒരു രീതി ഇത് ഞാൻ ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവർ അങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. ടെൻസുകൾ പഠിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്, അത് ഞാൻ മുമ്പ് പഠിപ്പിച്ച രൂപത്തിൽ. പക്ഷെ ഈ ഒരു ശൈലി പഠിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതും പുതിയ ശൈലി ആവാം, എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാനിത് ട്രൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് വർക്കൗട്ടായി. ആളുകൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചിട്ടുണ്ട് പല ആളുകളും പഠിച്ചു പോയിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല, പ്രായമുള്ള ആളുകളും എൻ്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ്? ഹാവ് ചേർത്ത് ഹാഡൊക്കെ ചേർത്ത് പറയുന്നതാണ്. ഹാസ്, ഹാവ്, ഹാസ്, ഹാഡ് ഉപയോഗിച്ച് പറയുന്നതാണ് പ്രസന്റ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ടെൻസിൽ അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഹാവ് വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ വരാണെങ്കിൽ ഹാസ് വരും. ഇതിന്റെ എല്ലാത്തിൻ്റെയും പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹാഡാണ്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുമ്പോൾ ഹാഡാണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ ഹാവ് ഡിസ്കസ്ഡ്, ഹാഡോ ഹാസോ വന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അത് നമ്മൾ മറക്കാതെ പ്രയോഗിക്കണം. ഐ ഹാവ് ഡിസ്കസ്ഡ് മൈ പ്ലാൻസ് വിത്ത് ഫാദർ. ഐ ഹാവ് ഡിസ്കസ്ഡ് മൈ പ്ലാൻസ് വിത്ത് ഫാദർ. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഹാവ് യു ഡിസ്കസ്ഡ്. ഐ ഹാവ് ഡിസ്കസ്ഡ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഡിസ്കസ് അല്ലെങ്കിൽ യു ഹാവ് ഡിസ്കസ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ എന്ന് പറയില്ല. ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഹാവിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരണം. വില്ലൊക്കെയാണ്, വില്ലിനെ ഷാലാണെങ്കിൽ ഷാലിനെ ഫസ്റ്റ് പ്രയോഗത്തിലേക്ക് ഉപയോഗിക്കണം. ഹാവ് യു ഡിസ്കസ്ഡ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ. ഹാവ് യു ഡിസ്കസ്ഡ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ.
എന്നാണ് എൻ്റെ ചോദ്യം. ഹാവ് യു എവർ എന്ന് ചോദിക്കും, നീ എന്നെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാവ് യു എവർ ഡിസ്കസ്ഡ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് എത്തുകയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി എത്തുമ്പോഴും നമുക്ക് മനസ്സിലായിക്കോളും ഇതിൻ്റെ കൂടെ ഉള്ള പ്രയോഗങ്ങൾ, അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള സംഗതികൾ, അഡ്വാൻസ്ഡ് ലെവലിൽ പോകുന്ന പ്രയോഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ ഹാവ് യു ഡിസ്കസ്ഡ് എന്ന് ചോദിച്ചപ്പോൾ യെസ് ഐ ഹാവ് ഡിസ്കസ്ഡ് എന്ന് പറയാം, നോ ആണെങ്കിൽ നോ പറയാം. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും കൂടി നമുക്കൊന്ന് നോക്കാം. എങ്ങനെ എഴുതാം? ഹാഡ് ഉപയോഗിച്ച് പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഹാസ് ആയാലും ഹാവ് ആയാലും പ്രസന്റ് ആണ്. ഹാഡ് ഉപയോഗിക്കുന്നത് എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമേ ഹാഡ് ഉപയോഗിച്ച് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഐ ഹാഡ് ഡിസ്കസ്ഡ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ അല്ലെങ്കിൽ വിത്ത് ഫാദർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അത് എത്ര മുമ്പായാലും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് നമുക്ക് പറയാം. കുറച്ച് നാൾ മുമ്പ് വരെയുള്ള കാര്യങ്ങൾ, തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പുള്ള കാര്യങ്ങൾ പറയാനാണ് കൂടുതലായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുക, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഹാഡ് ഉപയോഗിക്കുമ്പോൾ ഹാസോ ഹാഡ് ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹാഡ് ഡിസ്കസ്ഡ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കും? ഹാഡ് യു ഡിസ്കസ്ഡ് യുവർ പ്ലാൻസ് വിത്ത് ഫാദർ? Had you discussed your plans with father? നീ ചെയ്തിട്ടുണ്ടായിരുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. ഹാഡ് യു ഡിസ്കസ്ഡ് യുവർ പ്ലാൻസ് വിത്ത് യുവർ ഫാദർ? യെസ് ആണെങ്കിൽ യെസ് ഐ ഹാഡ് ഡിസ്കസ്ഡ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ ഐ ഹാഡിൻറ്റ് ഡിസ്കസ് അല്ലെങ്കിൽ ഹാഡ് നോട്ട് ഡിസ്കസ്ഡ് മൈ പ്ലാൻസ് വിത്ത് മൈ ഫാദർ എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ പഠനം ഇവിടെ തീരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ കാണാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തലത്തിലേക്കാണ് ഇത് എത്താൻ പോകുന്നത് നമ്മുടെ പഠിപ്പ്. ഒറ്റ ക്ലാസ് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബെറ്റർമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ യു വിൽ ബി ബെനിഫിറ്റഡ്, അല്ലെങ്കിൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, യു വിൽ ബി ബെനിഫിറ്റഡ്. ഇതാണ് ഉപയോഗിച്ചത്? ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ യു വിൽ ബി ബെനിഫിറ്റഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ എടുത്താണ് പ്രയോഗിക്കുക. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനിൽ നിന്നും നമ്മൾ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ടേക്ക് കെയർ. വിൽ സീ യു വിത്ത് എ ന്യൂ വീഡിയോ. താങ്ക് യു.